തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലങ്ങുന്നു, മറിയുന്നു, കലങ്ങി മറിയുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 108 സീറ്റിൻ്റെ ഒരു കഥ വരുന്നതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥയുമായി പാവപ്പെട്ട വിജയ് ജയിച്ചെങ്കിൽ 2 വർഷം മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പാർട്ടി തമിഴ് വെട്രി കഴകം എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ, ചിന്ന പയ്യൻ, ഇളയ ദളപതി, വളരെ ചിന്ന പയ്യൻ കയറി ഗോളടിച്ചപ്പോൾ അവിടുത്തെ വലിയ അണ്ണന്മാർക്ക് തമ്പി ഇന്ത മാതിരി ഗോൾ അടിക്കക്കൂടാതെ തമ്പി എന്ന് പറഞ്ഞ് ചേട്ടന്മാർ വാളെടുത്തു. അല്ലെങ്കിൽ പിന്നെ 2-5 MLA-മാരെ അപ്പുറത്തെ ഇപ്പുറത്ത് നിന്ന് പറിച്ചെടുക്കാൻ BJP ആണെങ്കിൽ എപ്പോൾ പറിച്ചെടുത്തെന്ന് ചോദിച്ചാൽ മതി, വേറെ ഏത് പാർട്ടി ആണെങ്കിലും പറിച്ചെടുത്തന്നെ. പക്ഷേ പാവപ്പെട്ട വിജയിനെ കൊണ്ട് അത് പറ്റുന്നില്ല. അദ്ദേഹം കാല് പിടിക്കുന്നു. ഓരോ പിന്നെ CPM-ൻ്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ, എല്ലാവരുടെയും VCKയുടെ എല്ലാവരുടെയും കാല് പിടിക്കുന്നു. VCKയുടെ ചോദ്യം ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ്. എന്തൊരു രസമാണ് തമിഴ്നാട് രാഷ്ട്രീയം. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നാണ്. ആ പാടെ 2 നില പേരാണുള്ളത്. എന്തായാലും 116, 108 5 പേരും കൂടി കോൺഗ്രസ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ 113 CPM-ഉം CPI-യും കൂടി വെളിയിൽ നിന്ന് പിന്തുണ കൊടുക്കാൻ, അവർ മന്ത്രിസഭയിലേക്കില്ല, വെളിയിൽ നിന്ന് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 116 പക്ഷേ നമ്മുടെ രാജേന്ദ്ര ആർലേക്കർ ഒരവസരം കൊടുക്കുന്നില്ല എന്നുള്ളതും കുറച്ചൊരു കട്ടിയായിപ്പോയി. കാരണം മറ്റൊരു തരത്തിലുള്ളൊരു വിവേചന അധികാരം ഉപയോഗിക്കാമായിരുന്നു. ശരി, 2 അല്ലേ ഉള്ളൂ, നീ 1 മാസത്തിനകത്ത് തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൊടുക്കാമായിരുന്നു. പക്ഷെ അത് കൊടുക്കാതെ 118 ലെറ്ററും കിട്ടിയാലേ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഇനി വിജയുടെ മുന്നിലുള്ള ഒരു സാധ്യത 108 MLA-മാരും രാജിവെക്കുക, വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് അവിടെ പോവുക എന്നുള്ളതാണ്. അങ്ങനെ തമിഴ്നാട് തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ 200 സീറ്റിലധികം വോട്ടോടുകൂടി അല്ലെങ്കിൽ സീറ്റോടുകൂടി വിജയ് വരും എന്നാണ് ഇന്നത്തെ തമിഴ്നാട് രാഷ്ട്രീയം കാണുന്നത്. എന്തായാലും രസകരമാണ് തമിഴ്നാട് രാഷ്ട്രീയം. വിജയ് മുഖ്യമന്ത്രിയാവുന്ന ഇന്നലെ രാത്രി 7 മണി വരെ ഉറപ്പിക്കുകയും ഇന്ന് രാവിലെ 11 മണിക്ക് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയപ്പോഴാണ് വീണ്ടും 118 എന്നുള്ളത് 116 പേരുടെ ലിസ്റ്റേ കിട്ടിയിട്ടുള്ളൂ, പേരെ കിട്ടിയിട്ടുള്ളൂ, പിന്തുണയെ കിട്ടിയിട്ടുള്ളൂ എന്ന് മുഖ്യമന്ത്രി രാജ്ഭവൻ ലോക് ഭവൻ അറിയിച്ചു. അതുകൊണ്ട് തന്നെ 120 പേരുടെ പിന്തുണ വിജയ് അവകാശപ്പെട്ടു. പക്ഷേ അത് നടന്നില്ല. ഇന്ന് നടത്താൻ സത്യപ്രതിജ്ഞ അനിശ്ചിതത്വത്തിലായി. വീണ്ടും 2ാമത്തെ പ്രാവശ്യമാണ് സത്യപ്രതിജ്ഞ ഇങ്ങനെ മുടങ്ങുന്നത്. ഇനി 1 തുടങ്ങിയാൽ 3 3ാമത്തെ പ്രാവശ്യം നടക്കുമായിരിക്കും. എന്തായാലും വളരെ രാവിലെ 11 നെഹ്റു സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ഒരുക്കം നടക്കുന്നതിനിടയിലാണ് ഭൂരിപക്ഷം തെളിയിക്കാതെ സത്യപ്രതിജ്ഞ നടത്താൻ കഴിയില്ല എന്ന് രാജേന്ദ്ര ആർലേക്കർ ഇന്നലെ ചീഫ് സെക്രട്ടറി എം സായികുമാർ, അവിടുത്തെ ചീഫ് സെക്രട്ടറി എം സായികുമാർ രാജേന്ദ്ര ആർലേക്കറുമായി ചർച്ച നടത്തിയപ്പോൾ ആർലേക്കർ പറഞ്ഞത് ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല. ഇന്നലെ വൈകിട്ട് 6:30 വിജയ് MLA-മാരുടെ പിന്തുണ കത്ത് ഗവർണർക്ക് കൈമാറിയിരുന്നു. TVK 107 ആളുകളുണ്ട്, 108 ഇല്ല, 107 ഉള്ളൂ. കോൺഗ്രസ് 5, CPM CPI 2 വീതം എന്നിങ്ങനെയാണ് പിന്തുണ കത്തിലുള്ളത്. 2 അംഗങ്ങളുള്ള VCK ഗവർണർക്ക് ഇമെയിൽ വഴി കത്തയക്കുമെന്ന് സമ്മതിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല. 2 സീറ്റുള്ള മുസ്ലിം ലീഗും ചുവട് മാറ്റി. അപ്പം ലീഗും VCKയും കൂടി വന്നാൽ മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ ADMK-യിൽ നിന്നോ NDA-യിൽ നിന്നോ DMK-യിൽ നിന്നോ ഒരു 10 പേരെ വലിച്ചിറക്കണം. പക്ഷെ അതും എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ വലിച്ചിറക്കിയാൽ അല്ലെങ്കിൽ അവർ രാജിവെച്ചിട്ട് ഒരു 10 മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പൊക്കെ നടക്കണം. ഇതെല്ലാം അസാധ്യമായ കാര്യങ്ങളാണ്. എന്തായാലും കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് പാവപ്പെട്ട വിജയുടെ മുഖ്യമന്ത്രി സ്ഥാനം പോകുമോ എന്നുള്ളതാണ് തമിഴ് രാഷ്ട്രീയം കാണുന്നത്. പക്ഷേ ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് വളരെ കൃത്യമായി വിജയിക്കാണ്. അതുകൊണ്ടാണ് രജനീകാന്തും അതുപോലെ തന്നെ കമലഹാസനും വളരെ കൃത്യമായി ഗവർണറോട് അഭ്യർത്ഥിച്ചത് 1ാം സ്ഥാനം കിട്ടിയ ആളിന് അവസരം കൊടുക്കണം, ഒരവസരം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ വിജയ് എന്ന് പറയുന്നത് ജൂനിയർ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണോ? ഒരുപക്ഷെ സ്റ്റാലിൻ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കരുണാനിധി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ MGR ആയിരുന്നെങ്കിൽ, ഒരുപക്ഷെ വേറൊരു ഗവർണർ ആയിരുന്നെങ്കിലും ഇതല്ലായിരുന്നു സ്ഥിതി. ഇത് പക്ഷേ എന്തായാലും ഗവർണറും ഒരു കടുംപിടുത്തം പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ 2 സീറ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഒരു സമയം കൊടുക്കാം, ഒരു ബോണസ് പീരീഡ് കൊടുക്കാം. ശരി, നിങ്ങൾ ഏറ്റവും വലിയ കക്ഷിയെയാണ് വിളിക്കേണ്ടത്, ഏറ്റവും വലിയ കക്ഷിക്ക് ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി, പിന്നെ സഭയിൽ തെളിയിച്ചാൽ മതി, അല്ലാതെ ലിസ്റ്റിൽ കൊടുക്കുമ്പോൾ വേണമെന്നൊരു നിർബന്ധം വേണ്ടായിരുന്നു. സഭയിൽ തെളിയിച്ചാൽ മതി എന്ന് പറയുകയും സഭയിൽ വോട്ടിനിടുമ്പോൾ തെളിയിക്കപ്പെടുകയും അല്ലെങ്കിൽ രാജിവെക്കുകയും ചെയ്യാമല്ലോ. ആ ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നില്ല. 118 കിട്ടിയാൽ മാത്രമേ പറ്റൂ എന്ന് ലോക് ഭവൻ ഗവർണർ വളരെ കടുകട്ടിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു നിലപാടാണ്, വിവേചനാധികാരത്തിൻ്റെ നിലപാടാണ്.
അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഗവർണറുടെ വിവേചനാധികാരം, ഗവർണർക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം. പക്ഷെ എന്തായാലും വിജയ്ക്ക് തമിഴ്നാട്ടിൽ ഇത്രയും അദ്ദേഹം വോട്ട് പിടിച്ച് 106 സീറ്റ് വരെ അദ്ദേഹം പിടിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ 10-12 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സങ്കടകരമാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ 118 സീറ്റ് വേണം, ടോട്ടലിൻ്റെ 118 വേണം എന്നുള്ള കണക്ക് മാറ്റേണ്ട കാലമായി. 3ആയി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ കേരളത്തിലായാലും 140 സീറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന കക്ഷിയെ ഭരിക്കാൻ വിളിക്കണം. അല്ലാതെ 71 സീറ്റ് കിട്ടണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ജനാധിപത്യമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതായത് ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കുന്ന കക്ഷിയെ 3ആയിട്ട് നിൽക്കുന്ന കാലഘട്ടം, 3 മുന്നണിയാണ്. LDF പിന്നെ സ്റ്റാലിൻ്റെ DMK മുന്നണിയും, AIDMKയുടെ NDA മുന്നണിയും, അതുപോലെ തന്നെ TVKയുടെ മുന്നണി, 3 മുന്നണിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇനി ഇത്ര സീറ്റ് വേണം എന്നൊരു നിർബന്ധം ഇന്ത്യയിൽ പറ്റില്ല. പുതിയ ഇന്ത്യയിൽ പുതിയ നിയമം കൊണ്ടുവരണം. ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കുന്ന ആരാണോ, ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കുന്ന ആരാണോ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാം എന്നൊരു പുതിയ നിയമം കേരളത്തിലും ഇന്ത്യയിലും വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നാളെ കേരളത്തിലും തൂക്കസഭയൊക്കെ വരുന്നു. തൂക്കസഭ വരുത്തേണ്ട കാര്യമില്ല. എന്തിന് തൂക്കസഭ വരുത്തണം? 70 എന്നുള്ളത് 65, മറ്റവർക്ക് 64 ഉള്ളൂ, അടുത്ത ആളിന് 63 ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ 63 മറ്റവർക്ക് 30 ഒക്കെയാണ് പോകണമെങ്കിൽ ഈ 65കാരനെ വിളിക്കണം, അല്ലെങ്കിൽ 69കാരനെ വിളിക്കണം. അത് 71 ആയാലേ വിളിക്കണമെന്ന് കേരളത്തിൽ പറയേണ്ട കാര്യമില്ല. അതുപോലെ തമിഴ്നാട്ടിൽ ഇത് 108, 118 കിട്ടിയാലേ വരുവാണെന്ന്. 108 കിട്ടിയ ആളിന്, അല്ലെങ്കിൽ 107 കിട്ടിയ ആളിന് ആരെയൊക്കെ അവർ കൂട്ടി യോജിപ്പിക്കും. അത്രയും വരുമ്പോൾ എത്ര വരുന്നോ അവരപ്പോൾ ഏറ്റവും വലിയ കക്ഷിയായി. ഏറ്റവും വലിയ കക്ഷിക്ക് മുഖ്യമന്ത്രിയാക്കി കൊടുക്കാനുള്ള പുതിയൊരു നിയമം ഇന്ത്യൻ ജനാധിപത്യത്തിൽ വരേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇന്ത്യയിൽ ഈ ദ്വികക്ഷി 2 കക്ഷികൾ മാത്രം, അല്ലെങ്കിൽ 2 മുന്നണികൾ മാത്രമുണ്ടായിരുന്ന കാലം കഴിഞ്ഞു. 3 മുന്നണികളുടെ കാലത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത്. അതുകൊണ്ട് തന്നെ BJP മുന്നണി വേറെ, കോൺഗ്രസ് മുന്നണി വേറെ, CPM മുന്നണി വേറെ, ഇടതുപക്ഷ മുന്നണി വേറെ, അങ്ങനെ 3 മുന്നണികൾ, മിക്കവാറും സ്റ്റേറ്റുകളിൽ 3 മുന്നണികളുണ്ട്. അങ്ങനെ 3 മുന്നണികൾ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന മുന്നണിക്ക് അധികാരം, മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള പുതിയ നിയമം കൂടി ഈ രാജ്യത്ത് തമിഴ്നാടിൻ്റെ പശ്ചാത്തലമെങ്കിലും ഉണ്ടാകട്ടെ. അത് ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ ഭരണഘടനാ ഭേദഗതി, അങ്ങനെ ഒരു കാര്യം കൂടി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സ്വാംശീകരിക്കാൻ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ജനവികാരത്തിനോട് പുച്ഛിക്കുന്നതായിരിക്കും. തീർച്ചയായും തമിഴ്നാട്ടിൽ കാണുന്ന ഈ ലാഗിങ് അവിടുത്തെ ജനവികാരത്തെ തള്ളിക്കളയുന്നതാണ്. അതൊരു ജനാധിപത്യത്തിലെ അശ്ലീലമാണ്.